പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. കർത്താവിനാൽ പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ മുൾക്കിരീടം ഒരു സന്യാസാശ്രമത്തിന് ലഭിച്ചതായി ഒരു ഐതിഹ്യമുണ്ട്. എല്ലാ വർഷവും പീഡാസഹന വാരത്തിൽ ഈ മുൾക്കിരീടം ആശ്രമവാസികൾ ബലിപീഠത്തിൽ വയ്ക്കുക പതിവുണ്ട്. ബലിപീഠത്തിലിരിക്കുന്ന മുൾക്കിരീടം കാണുമ്പോൾ യേശുക്രിസ്തു അനുഭവിച്ച ആ പീഡാസഹനങ്ങളെ ഓർക്കുവാനും മുള്ളുകൾ പാപത്തിൻ്റെ ശാപമായിട്ട് ലഭിച്ചതാണ് എന്നുള്ള ആ കാഴ്ചപ്പാടിൽ മുൾക്കിരീടം അവരുടെ പാപത്തിൻ്റെ പരിണിതഫലമായിട്ടുള്ളതാണ് എന്നുള്ള ചിന്തയിൽ അവർ മുൾക്കിരീടം ശിരസിൽ വഹിക്കുന്നതായി ഭാവനയിൽ കണ്ട് സായുജ്യമടയുന്ന ഒരു അനുഭവമായിരുന്നു ആശ്രമവാസികൾക്ക് ഉണ്ടായിരുന്നത്. ഉയർപ്പിൻ്റെ ദിവസം വരുമ്പോൾ അത് ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവമായതുകൊണ്ട് പീഡാസനത്തിൽ ബലിപീഠത്തിൽ വച്ചിരിക്കുന്നതായ മുൾക്കിരീടം അവർ എടുത്തു മാറ്റുക പതിവാണ്. ഒരു പ്രാവശ്യം ആശ്രമവാസിയായൊരു വൈദികൻ ബലിപീഠത്തിൽ നിന്ന് മുൾക്കിരീടം എടുത്തു മാറ്റുവാനായിട്ട് അൾത്താരയിൽ ചെന്നപ്പോൾ ശക്തമായ സുഗന്ധാനുഭവം അദ്ദേഹത്തിന് ഉണ്ടാകുകയാണ്. ഈ സുഗന്ധാനുഭവത്തിൻ്റെ ഉറവിടം അദ്ദേഹം അന്വേഷിച്ചപ്പോൾ ഈ ബലിപീഠത്തിരിക്കുന്നതായ മുൾക്കിരീടത്തിലെ മുള്ളുകൾ സുഗന്ധവാഹികളായ പുഷ്പങ്ങളായി രൂപാന്തരപ്പെട്ടതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ഉണ്ടായി എന്ന് ആ ആശ്രമവാസികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിലെ സഹനങ്ങൾ ഇതുപോലെ രൂപാന്തരപ്പെടുന്ന സുഗന്ധവാഹികളായ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു അവസ്ഥ നാം ഓരോരുത്തരിലും സംജാതമാകേണ്ടതാണ്. മുള്ളുകളെ വേദനയുടെ അനുഭവങ്ങളായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു, അത് ശാപമായിട്ട് നമ്മൾ കാണുന്നു. അത് ശാപമായി നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കുമ്പോൾ ഒരിക്കലും നമുക്കതിൻ്റെ ദൈവാനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളൊരു വാസ്തവമാണ്. നമുക്കറിയാം, മനോഹരമായ റോസാ പുഷ്പങ്ങൾ അത് മുൾക്കമ്പിലാണ് വിടരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുള്ളുകൾ ജീവിതത്തിൻ്റെ സുഗന്ധവാഹികളായ അനുഭവങ്ങളിലേക്ക് നയിക്കുവാൻ തക്കോണം നമ്മെ സഹായിക്കേണ്ടതാണ്. മോശ ദീർഘദർശിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ബലഹീനതകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, ഇതിനെല്ലാം പരിഹാരമായിട്ട് അദ്ദേഹത്തെ നയിച്ച ഒരു സംഭവം തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ പരാമർശം പുതിയ നിയമത്തിൽ സ്തെഫാനോസ് സഹദായെ ഏറെ സ്വാധീനിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 33 ഭാഗങ്ങളിൽ സ്തെഫാനോസിൻ്റെ പ്രസംഗം, ഈ മോശയുടെ അനുഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതായത് മോശ മരുഭൂമിയിൽ ആടുകളെ മേയിച്ച് കിടക്കുന്നതായ സമയത്ത് ഹോറേബിൽ വലിയൊരു തീജ്വാല കാണുകയാണ്. ഈ തീജ്വാല കണ്ട മോശ
ഭയത്തോടുകൂടി തീജ്വാലയെ സമീപിക്കുന്നെങ്കിലും പ്രത്യാശയോടുകൂടി തീജ്വാലയിലേക്ക് അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസം ലഭിച്ച ഒരു അനുഭവമുണ്ട്. അഗ്നിജ്വാലയിൽ എരിയാത്ത മുൾപ്പടർപ്പ്. പ്രിയമുള്ളവരെ, ഇത് ഓരോ സഹനങ്ങളുടെയും അനുഭവമാണ്. അഗ്നിജ്വാലയിൽ എരിയാത്ത മുൾപ്പടർപ്പ് കണ്ടെത്തുവാനുള്ളതായ ആ മോശയുടെ അനുഭവം അത് സ്തെഫാനോസ് സഹതായെ ഏറെ സ്വാധീനിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രക്തസാക്ഷിയാകുവാൻ തക്കോണം സ്തെഫാനോസ് സഹതായ്ക്ക് പ്രേരണ ലഭിച്ചത് ഈ മോശയുടെ അനുഭവമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ അഗ്നി അനുഭവങ്ങൾ, തീജ്വാല അനുഭവങ്ങൾ മുൾപ്പടർപ്പ് എരിയാത്ത ആശ്വാസ അനുഭവങ്ങളായിട്ട് മാറേണ്ടതാണ്. അതുപോലെ തന്നെ മോശയെ ശ്രദ്ധിച്ച മറ്റൊരു സംഭവമുണ്ട്. മുൾപ്പടർപ്പ് എന്ന് പറയുന്നത് വളരെ ബലഹീനമായ ഒരു സസ്യങ്ങളാണ്. ആ മുൾപ്പടർപ്പിനാണ് തീജ്വാല ബാധിച്ചത് എങ്കിലും ആ മുൾപ്പടർപ്പിനെ ഒരു തരത്തിലും അത് സ്വാധീനിച്ചില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. മോശയുടെ ജീവിതത്തിൽ അദ്ദേഹം ബലഹീനതകളുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി അദ്ദേഹത്തിൽ ഇടപെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബലഹീനതകളെ അതിജീവിക്കുവാനായിട്ട് മോശയ്ക്ക് സാധിക്കുകയായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നത് നാം നമ്മിൽ തന്നെ ആശ്രയിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകുമ്പോൾ ദൈവിക ശക്തി നമ്മളിൽ വ്യാപരിക്കുമെന്നുള്ളത് ഒരു വാസ്തവമാണ്. പ്രിയമുള്ളവരെയും, നമ്മുടെ വിശുദ്ധ കുർബാന നമുക്കറിയാം കാൽവറി ബലിയുടെ ഒരു പുനരാവർത്തനമാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും കാൽവറി ബലിയുടെ അനുഭവമാണ് സംഭവിക്കുന്നത്. കാൽവറിയിൽ സംഭവിച്ചത് നമുക്കറിയാം. കുരിശ് പോലും അത് ശിക്ഷയുടെ അടയാളമായിരുന്നുവെങ്കിലും അരുമനാഥന് കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ അത് രക്ഷയുടെ അനുഭവമായി മാറുകയായിരുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലേക്കും വിശ്വാസികൾ കടന്നു വരുന്നത് അവരുടെ തിക്താനുഭവങ്ങളുമായിട്ടാണ് എങ്കിൽ ആ തിക്താനുഭവങ്ങളെ സ്വാന്തനങ്ങളാക്കി മാറ്റുന്ന ഒരു അനുഭവമായി മാറണം. എന്തുകൊണ്ടാണ് ഇപ്പോൾ വിശുദ്ധ ബലി പലർക്കും അനുഭവമാകാതെ വരുന്നത് എന്ന് ചിന്തിച്ചാൽ അവിടെ വിശുദ്ധ ബലിയിൽ അവരുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ്. ജീവിതത്തിലെ നൊമ്പരങ്ങളെ, ഗദ്ഗതങ്ങളെ, വേദനകളെ കാസാപീലാസകളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് കാസായിലെ മുന്തിരിച്ചാറ് കർത്താവിൻ്റെ തിരുരക്തമായി മാറുന്നത് പോലെ പീലാസായിലെ ഗോതമ്പൊപ്പം കർത്താവിൻ്റെ തിരുശരീരമായി രൂപാന്തരം പ്രാപിക്കുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങളിലെ ദുഃഖദുരിതങ്ങൾ സ്വാന്തനങ്ങളായി മാറേണ്ടതാണ്. ഈ ഒരു പരിവർത്തനം നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കണം. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു വൈദിക ശ്രേഷ്ഠൻ്റെ ഒരു സാക്ഷ്യം ഈ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ കേൾക്കുവാനായിട്ടിടയായി. അദ്ദേഹം കൽക്കട്ടയിലെ മദർ തെരേസയെ സന്ദർശിക്കുവാനായിട്ട് പോയി തിരിച്ചു വരുന്ന സമയത്ത് മദറിനോട് യാത്ര പറഞ്ഞപ്പോൾ മദർ ആ വൈദികനോട് ആവശ്യപ്പെട്ടു അത്രേ, അച്ഛാ, വിശുദ്ധ ബലിയർപ്പിക്കുന്നതായ സമയത്ത് കാസാവിലാസകൾ ഒരുക്കുമ്പോൾ കാസായിൽ വീഞ്ഞ് വെള്ളവും കലർത്തുന്നതായ സമയത്ത് ആ
വെള്ളത്തുള്ളികളിൽ എന്നെയും സമർപ്പിക്കണമേ എന്ന്. എത്ര ശ്രേഷ്ഠമായ ഒരാശയമാണ്. കാസാപീലാസാകൾ ഒരുക്കുന്ന സമയത്ത് നമ്മെ തന്നെ ആ ഗോതമ്പത്തിലും ആ മുന്തിരിച്ചാറിലും അതോട് ചേർക്കപ്പെടുന്നതായ വെള്ളത്തുള്ളികളിലും നമ്മെ തന്നെ കലർത്തുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരുശരീര രക്താനുഭവങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവങ്ങളായി മാറുവാൻ തക്കവണ്ണം അത് സഹായിക്കും എന്ന് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെയും, ജീവിതത്തിലെ കഷ്ടതകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്ന അനുഭവങ്ങളായിട്ട് മാറുമ്പോൾ കഷ്ടങ്ങൾ സാരമില്ല, നഷ്ടങ്ങൾ സാരമില്ല എന്ന് പാടുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് നമ്മെ തകർക്കുന്നതായ അനുഭവങ്ങൾ ഈ വേദനകളിലേക്ക് നോക്കി നെടുവീർപ്പുകൾ ഇട്ടുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. വേദനകളെ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങളാക്കി മാറ്റുവാൻ തക്കോണം പ്രേരകമാകുമ്പോൾ ആ വേദനകൾ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളായി നമുക്ക് അനുഭവപ്പെടും. വേദനകൾ ദൈവാനുഗ്രഹത്തിൻ്റെ മുഖാന്തരങ്ങളാണ്. ജീവിതത്തിലെ വേദനകൾ ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണെന്ന് ഞാൻ പറയും. ഇത് ഞാൻ അനുഭവിച്ച ഒരു സത്യമാണ്. അതുകൊണ്ട് സഹനങ്ങളെ വില കൊടുത്ത് വാങ്ങുവാൻ പോലും ഞങ്ങൾക്ക് സാധിക്കാറുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. ഒരിക്കൽ കുറേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചിത്രശലഭം അതിൻ്റെ പ്യൂപ്പൽ സ്റ്റേജിൽ നിന്ന് പൊട്ടിവിടരുന്നതായ രംഗം അവരെ ശ്രദ്ധിക്കപ്പെട്ടു. അവര് ശ്രദ്ധിച്ചപ്പോൾ ആ ചിത്രശലഭം പ്യൂപ്പയിൽ നിന്ന് പുറത്തു വരുന്നത് ഏറെ ത്യാഗം അനുഭവിച്ചായിരുന്നു. അവര് ആ ചിത്രശലഭത്തെ സഹായിക്കുവാനായിട്ട് ഒരു ബ്ലേഡ് എടുത്തതെന്ന് കട്ട് ചെയ്ത് കൊടുത്തു. പ്യൂപ്പാസ് സംഭവിച്ചത് എന്താ നമുക്കറിയാം. അതോടെ അതിൻ്റെ കഥ കഴിഞ്ഞു. പ്രകൃതിയുടെ നിയമമാണ് ആ സഹനം ഏറ്റെടുത്ത് ആ ചിത്രശലഭം പുറത്തു വരണമെന്നുള്ളത്. അതിനെ എളുപ്പമാർഗത്തിലൂടെ ക്രിയ ചെയ്യുവാൻ തക്കോണം തയ്യാറായപ്പോൾ അതിൻ്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. പലപ്പോഴും സഹനങ്ങളെ എളുപ്പമാർഗത്തിൽ കൂടെ പരിഹാരം കണ്ടെത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നാമും അപകടത്തിൽ ചെന്ന് വീഴുക. ചിത്രശലഭത്തിൻ്റെ ചിറകുകൾക്ക് കരുത്താർജിച്ച് അത് വികായസിലേക്ക് പറന്നു വരുവാൻ തക്കവണ്ണം അതിനെ ശക്തീകരിക്കുന്നത് ഈ സഹനത്തിലൂടെ അത് പുറത്തു വരുന്നതായ ആ ദൈവാനുഭവത്തിലാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നതായ കഷ്ടതകളെ, ദുഃഖങ്ങളെ, ദുരിതങ്ങളെ ദൈവം നമുക്ക് തരുന്നതായ അനുഗ്രഹ സമ്മാനങ്ങളായിട്ട് സ്വീകരിക്കുവാനായിട്ട് സാധിക്കണം. ഇന്ന് ആധുനിക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. ദൈവം തരുന്നതായ അനുഗ്രഹങ്ങളെ നമ്മൾ തട്ടിക്കളയുകയാണ്. പലപ്പോഴും നമുക്കത് വേദനകളായിട്ട്, നൊമ്പരങ്ങളായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ്. ഞാൻ പറയട്ടെ, വേദന എപ്പോഴും അനുഗ്രഹം തന്നെയാണ്. വേദനയില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ മൃതശരീരത്തിൻ്റെ മുമ്പിലാണ്, ശവസംസ്കാര വേളയിലാണ് ഈ പ്രസംഗം നമ്മൾ നിർവഹിക്കാറുള്ളത്. വാങ്ങിപ്പോയ ഒരു ശരീരം വേദനകളില്ലാത്തതായ ഒരവസ്ഥയിലേക്കാണ് അത് മാറിപ്പോകുന്നത്. എന്നാൽ ജീവനുള്ളതായ ശരീരത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അത് വേദന അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വേദനകളെ ദൈവാനുഗ്രഹങ്ങളായിട്ട് കണ്ടെത്തുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ജീവിതം സഫലമായി തീരുക, ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഇന്ന് നമ്മൾ എളുപ്പവഴിയിൽ കാര്യങ്ങൾ പരിഹാരം കണ്ടെത്തുവാനായിട്ട് നെട്ടോട്ടമോടുമ്പോൾ പലപ്പോഴും നമ്മൾ ചതിക്കുഴിയിൽ ചെന്ന് വീഴുകയാണ്. ദൈവിക പദ്ധതിക്ക് നമ്മൾ കാതോർക്കുന്നില്ല. ദൈവിക മാർഗത്തിൽ കൂടെ ചരിക്കുവാനായിട്ട് നമ്മൾ സാധിക്കുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ അപകടമായി സംഭവിക്കുന്നത്. മോശയുടെ ജീവിതത്തിൽ അവൻ്റെ സംസാര വൈകല്യം അവനൊരു പ്രതിസന്ധിയായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തെ
ഏതാണ്ട് 6 ലക്ഷത്തിൽ പരം ആളുകളെ നയിക്കുവാൻ തക്കോണം ഈ മോശയെ ദൈവം ഒരുക്കിയത് ആ മുൾപ്പടർപ്പ് അനുഭവത്തിലൂടെയായിരുന്നു. മുൾപ്പടർപ്പില് ദൈവദർശനം ലഭിച്ചപ്പോൾ, അല്ലെങ്കിൽ കത്തുന്ന അഗ്നിയില് എരിയാത്ത മുൾച്ചെടി, പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ ദൈനംദിന അനുഭവങ്ങളായിട്ട് മാറണം. ആ ഒരു അനുഭവമാണ് മറ്റുള്ളവരെ ഈ ദൈവാനുഭവത്തിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, വേദന അനുഭവിച്ചവർക്കേ വേദന മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ ജീവിതത്തിലും തിക്തങ്ങളായ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുവാൻ തക്കോണം ദൈവം എന്നെ ഒരുക്കിയപ്പോൾ മറ്റുള്ളവരുടെ വേദനകളെ മനസ്സിലാക്കുവാനും അവർക്ക് സമാശ്വാസം പറഞ്ഞു കൊടുക്കുവാൻ തക്കോണം ദൈവം ഒരുക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ നെരിപ്പോടുകളായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവം നിങ്ങൾക്ക് നൽകുന്നതായ അനുഗ്രഹമായിട്ട് കണ്ടെത്തിക്കൊണ്ട് ആ തിക്താനുഭവങ്ങളെ സന്തോഷത്തോടെ വഹിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് അത് നിങ്ങൾക്കും അനുഗ്രഹമായിട്ട് മാറുക. അതുകൊണ്ട് ഈ സമൂഹത്തിൽ ഇന്ന് എവിടെ നോക്കിയാലും ഏത് അവസ്ഥകളിലും ഏത് തലങ്ങളിലും പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം ദൈവത്തിങ്കിലേക്ക് നയിക്കുവാനായിട്ട് ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളായി കണ്ടെത്തുവാനായിട്ട് മനസ്സിലാക്കണം. അതാണ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. ജീവിതത്തിലെ നെഗറ്റീവ് അനുഭവങ്ങളെ പോസിറ്റീവ് അനുഭവങ്ങളായിട്ട് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് പോസിറ്റീവ് എനർജി നമ്മളിൽ രൂപപ്പെടുകയും ഈ പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് സംവഹിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അതിൽ സായുജ്യം കണ്ടെത്തുവാനായിട്ട് ഇടവരികയും ചെയ്യുക. ആ ഒരു ദൈവാനുഭവത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് നീ ഞങ്ങൾക്ക് നന്നായി സന്ദേശത്തിനായി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ബലിപീഠത്തിൽ സമർപ്പിച്ചതായ അമുൾക്കിരീടത്തിൽ നിന്ന് സുഗന്ധവാഹികളായ പുഷ്പങ്ങൾ വിടർന്നതുപോലെ നമ്മുടെ ജീവിതങ്ങളാകുന്ന മുൾപ്പടർപ്പിൽ സുഗന്ധവാഹികളായ പുഷ്പങ്ങൾ വിരിഞ്ഞ് സമൂഹത്തിൽ സുഗന്ധം പരത്തുവാൻ തക്കവണ്ണം ഈ വചനശ്രൂഷ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മേ മാതാവേ, ശുദ്ധിവാന്മാരെ, ശുദ്ധിതകളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെയും നാമത്തിൽ തന്നെ. ആമേൻ.